കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം, അതിൻ്റെ 12-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും, ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ടത് കർത്താവ് നമുക്ക് വേണ്ടി സമാധാനം നിയമിക്കും. അപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാ കാലത്തും സമാധാനം നൽകാൻ, സമാധാനമുള്ള ഒരു ജീവിതമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ പറയുകയാണ്, സമാധാനം നിയമിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ സമാധാനം നമുക്ക് വേണ്ടി നിയമിച്ചാക്കിയിരിക്കുന്നു. അത് നാം അനുഭവിക്കേണ്ടവരാണ് എന്നാണ് നമ്മൾ വായിക്കേണ്ടതായി തീർന്നത്. അടുത്ത കാര്യം അവിടെ വായിച്ചിങ്ങനെയാണ്: ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ സകല പ്രവൃത്തികളും നിവർത്തിച്ചിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പകരം കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയത്, നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ കാര്യത്തിൻ്റെയും പ്രവൃത്തികളെല്ലാം കർത്താവ് തികച്ചു. കാൽവരി ക്രൂശിൽ കർത്താവ് പറഞ്ഞു, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവർ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് നിവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളുടെ ഒരു പ്രവൃത്തിയും അതിനി അവശേഷിക്കുന്നില്ല. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവ് എല്ലാ പ്രവൃത്തിയും കർത്താവ് കാൽവരി ക്രൂശിൽ പ്രവൃത്തി നിവർത്തിച്ചിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുറന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ യേശുവിൽ വിശ്വസിച്ചാൽ, യേശു കർത്താവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കർത്താവ് തുറന്നിരിക്കുന്ന വഴി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് പകരമായി നിന്ന് ആ കാര്യങ്ങൾ ചെയ്തു തീർത്തിരിക്കുന്നു. ഇന്നും ഞാൻ നിങ്ങൾ പറയാം, ഇന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ആ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത് നിവർത്തിച്ചിരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്ന, അതിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് ജീവിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കാം, കർത്താവിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കാം, നമുക്ക് നന്മ അനുഭവിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സകലതും പ്രവർത്തിക്കുന്ന, ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്ന കർത്താവെ, അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചത് ഞങ്ങൾക്ക് വിശ്വസിക്കാനും ഞങ്ങൾക്ക് അനുഭവിക്കാനും കർത്താവ് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ ഇന്ന് പകലും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ഗുണം അനുഭവിക്കാൻ കർത്താവ് ഇന്ന് പകലും നമ്മളെ സഹായിക്കട്ടെ.